ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നും വ്യാഴത്തിന്റെ രാശിമാറ്റത്തിനെ കുറിച്ചിട്ടാണ് എന്റെ വീഡിയോ. എന്താ പറയാ, മേടം മുതല് മകരം വരെയുള്ള രാശി ഇപ്പോഴും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുംഭക്കൂറിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളായ അവിട്ടം പകുതി, ചതയം, പൂരിട്ടാതി മുക്കാൽ ഭാഗം, ഇത്രയും കുംഭക്കൂറിൽ പെടുന്ന നക്ഷത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഇവരുടെ 5ാം ഭാവത്തിലേക്കാണ് വ്യാഴത്തിന്റെ രാശിമാറ്റം നടക്കുന്നത്. അപ്പോൾ 5ാം ഭാവം എന്ന് പറയുമ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കാരണം ഇപ്പൊ എല്ലാവരും യൂട്യൂബ് വഴിയൊക്കെ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വാച്ച് ചെയ്യുന്നത് കൊണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് 5ാം ഭാവവും 6ാം ഭാവവും 7ാം ഭാവവും ഒക്കെ എന്താണെന്നുള്ളത് ചിലപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. 5ാം ഭാവം കൊണ്ടാണ് നമ്മുടെ സന്താനങ്ങളുടെ ശ്രേയസ്സും ഉന്നതിയും അതുപോലെ തന്നെ നമുക്ക് സന്താന ഭാഗ്യമുണ്ടോ എന്നൊക്കെ ജാതകവശാൽ നോക്കുന്നത് 5ാം ഭാവം കൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോഴേ ആ ഒരു 5ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ആ ഒരു വരവ് വളരെ നല്ലതാണ് കേട്ടോ. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്കൊക്കെ സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ സന്താനങ്ങളെ കൊണ്ടുള്ള ശ്രേയസ്, അതായത് അവരെ കൊണ്ട് അഭിമാനിക്കാവുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പം എന്താണ് പരീക്ഷകളിലൊക്കെ ഉന്നത വിജയമൊക്കെ നേടി ഒക്കെ വരുമ്പോൾ മാതാപിതാക്കൾക്ക് അതൊരു നമ്മളെ അഭിമാനമല്ലേ. നമ്മളുടെ മക്കൾ എന്ന് പറയുന്നത് നമ്മളുടെ സ്വപ്നമാണ്, നമ്മുടെ അഭിമാനമാണ്, നമ്മളുടെ ആഗ്രഹങ്ങള്, നമ്മളുടെ എന്താ പറയുന്നത് എല്ലാം അവരിൽ അർപ്പിച്ച് ജീവിക്കുന്ന എത്രയോ പേരൻസ് ഉണ്ട്. അതുപോലെ തന്നെ മക്കൾക്ക് ഒരുപാട് ഉയർച്ചയും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കാലഘട്ടമാണ് 5ാം ഭാവത്തിലേക്കുള്ള ഇവരുടെ ആ ഒരു വ്യാഴത്തിന്റെ രാശിമാറ്റം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ശനിയുടെ നിൽപ്പാണെങ്കിൽ പിന്നെ ഇവരുടെ 2ാം ഭാവത്തിലോട്ട് പോയിട്ടുണ്ട് ശനി. അതായത് ഏഴരാണ്ട ശനിയുടെ അവസാന കാലഘട്ടമാണ് ഇവർക്ക് കേട്ടോ. ഈ 2.5 വർഷം ഉണ്ട്, ഇപ്പൊ അങ്ങോട്ട് മാറിയിട്ടല്ലേ ഉള്ളൂ. 2.5 വർഷം കൂടി ഉണ്ട് ശനി കേട്ടോ. എങ്കിൽ ഏഴരാണ്ട ശനിയുടെ അവസാന കാലഘട്ടം ആണ്. അതുകൊണ്ടിട്ട് തന്നെ ശനിപ്രീതിയും കൂടെ വരുത്തിക്കൊള്ളണം. അതുപോലെ സന്താന ഭാഗ്യത്തിനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വിഷ്ണുപ്രീതി വരുത്താം. വിഷ്ണുപ്രീതി വരുത്താന്ന് പറയുമ്പം വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ സന്താന ഗോപാല മന്ത്രാർച്ചനയൊക്കെ നടത്തുന്നതും പുരുഷ സൂക്താർച്ചന നടത്തുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതൊക്കെ ഉത്തമമാണ്. ഇതെല്ലാം പൊതുവിലെ എല്ലാ പരിഹാരങ്ങളെല്ലാം ഒന്ന് തന്നെയായിരിക്കും എല്ലാ രാശിക്കാർക്കും. കാരണം വ്യാഴത്തിന്റെ രാശിമാറ്റം. അതുപോലെ തന്നെ പിന്നെ നവഗ്രഹങ്ങളിൽ വ്യാഴത്തിന്റെ ആ ഒരു പിന്നെ ഗ്രഹത്തിന് മാത്രമായിട്ട് നമുക്ക് പൂജ നടത്തിക്കാവുന്നതാണ് കേട്ടോ. കാരണം ശനിക്കും അതുപോലെ തന്നെ ശനി പഠിച്ചു നിൽക്കുവാണല്ലോ. അപ്പോഴേ ശനിയുടെ ആ ഒരു ശനിക്കും വ്യാഴത്തിനായിട്ട് മാത്രം നവഗ്രഹ ക്ഷേത്രത്തില് പൂജ നടത്തി മേടിക്കാം. അതുപോലെ തന്നെ പിന്നെ എന്ന് പറഞ്ഞാല് ഇപ്പൊ നവഗ്രഹങ്ങൾക്ക് എല്ലാത്തിനും കൂടെയൊക്കെ പൂജകൾ നടത്തണമെങ്കിൽ ഒരുപാട് പൈസയാവും ചിലർക്ക്. അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഈ 2 ഗ്രഹങ്ങൾക്ക് മാത്രം നടത്തിയാൽ മതി. നവഗ്രഹങ്ങൾക്ക് ഒരുമിച്ച് നടത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഒരു വർഷ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വരുന്ന ജന്മനാളിനൊക്കെ വിഷ്ണു ഭഗവാന് മുഖം ചാർത്തോ അല്ലെങ്കിൽ മുഴുക്കാപ്പോ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ശനിക്കും അതുപോലെ തന്നെ ശനിക്കും കേട്ടോ. ഏഴാണ്ട ശനി കാലഘട്ടം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ഇത് ജന്മനാൾ വരുന്ന കാലഘട്ടത്തിൽ നിങ്ങളുടെ അടുത്തുള്ള ശാസ്താക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് മുഖം ചാർത്ത് നീലാഞ്ചനം, എള്ള് പായസം ഇങ്ങനെയൊക്കെ ഉള്ളത് ജന്മനാളിനാണ് കേട്ടോ. അല്ലാതെ എല്ലാ മാസത്തിലും വരുന്ന പക്കനാളിന് ചെയ്യുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. കാരണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പൈസ ചെലവുണ്ട് കേട്ടോ. കാരണം അത് സാധാരണക്കാർക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്നിരിക്കില്ല. പിന്നെ ശനിദോഷം മാറാനുള്ള ഏറ്റവും ഉത്തമമായ ഒരു വഴിപാടാണ് നമുക്ക് സ്വയം ചെയ്യാവുന്ന അരയാൾ പ്രദക്ഷിണ. അപ്പോൾ അരയാൾ പ്രദക്ഷിണ നമ്മൾ 7 പ്രാവശ്യം, കുറഞ്ഞത് 7 പ്രാവശ്യം ഹരേ രാമ ഹരേ കൃഷ്ണ എന്നുള്ള മന്ത്രം മാത്രം ജപിച്ചാലും മതി. അതല്ലെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോസിലൊക്കെ ഒരുപാട് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണു രൂപിണെ അഗ്രത ശിവരൂപായ പൃഷ്ഠരാജായ തേ നമ എന്നുള്ള മന്ത്രം നമുക്ക് അരയാൾ പ്രദക്ഷിണം ചെയ്യുമ്പം ജപിക്കാം. ഈ മന്ത്രമൊക്കെ എല്ലാവർക്കും ചിലപ്പോൾ ഓർത്ത് വെച്ച് ചിലപ്പം ചൊല്ലാൻ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ടിട്ട് തന്നെ നിങ്ങൾ ഓം നമോ നാരായണായോ, ഓം നമോ ഭഗവതേ വാസുദേവായ, അല്ലെങ്കിൽ ഹരേ രാമ ഹരേ കൃഷ്ണ അങ്ങനെയുള്ള മന്ത്രങ്ങൾ ജപിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇത്രയും ഒക്കെ പരിഹാരങ്ങൾ. പിന്നെ ഗുരുവായൂർ പോലുള്ള അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോയി തൊഴാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് കേട്ടോ. ദോഷപരിഹാരങ്ങൾ എന്ന് പറയാനായിട്ട് ഇതിനകത്ത് വ്യാഴം 5ലേക്കല്ലേ പ്രവേശിക്കുന്നത്. അപ്പോഴതിന് ദോഷം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല.
വളരെ നല്ലൊരു ഭാവമാണ് 5ാം ഭാവം. അവിടത്തേക്ക് വ്യാഴത്തിന്റെ പ്രവേശനം വളരെ നല്ലതാണ്. ഇതിനിടയിൽ പിന്നെ വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് 6ലോട്ട് വ്യാഴം സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം വരും. ആ ഒരു സമയത്ത് നിങ്ങൾ വിഷ്ണുപ്രീതി ശരിക്കും വരുത്തണം. ഗുരുവായൂർ പോലുള്ള അമ്പലങ്ങളിലൊക്കെ പോയി ആ സമയത്ത് ദർശനം നടത്തിയാൽ നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ വ്യാഴം 6ൽ വരുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ പിന്നെ കൂറുകാർക്ക് വ്യാഴത്തിന്റെ ആ ഒരു ദോഷത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോ എടുത്ത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വ്യാഴം 6ൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന നമ്മളുടെ ആ ഒരു എന്താണ് പറയുന്ന ശത്രു, രോഗം, കടം, ഇതൊക്കെയാണ് അതിന്റെ ഒരു അവസ്ഥ കേട്ടോ. അപ്പോഴേ ആ ഒരു ഇതൊക്കെ ഒന്ന് മാറാനായിട്ട് വ്യാഴപ്രീതി ഈ ഒരു വർഷക്കാലം മുഴുവൻ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഒരു രാശിയിലേക്ക് വ്യാഴത്തിന്റെ ഒരു പ്രവേശനം കൊണ്ടിട്ട് നമുക്ക് അധികം ദോഷഫലങ്ങൾ ഇല്ലാതെ പോകുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടിട്ട് തന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.